ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റായ ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാനിപൂരി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കിത് പുറത്ത് പോയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുറച്ചുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അരക്കപ്പ് വെള്ളമെങ്കിലും വേണ്ടി വരും. നല്ലതുപോലെ കുഴച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ആണെങ്കിൽ അങ്ങനെ ചേർക്കാം. പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വെള്ളത്തിൽ കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് അരിച്ച് ചേർക്കാം. അതിലേക്ക് ഒരു 8 ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ. 1/2 കപ്പ് ടാമറിൻ ജ്യൂസ്, പുളി നല്ലതുപോലെ പിഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ കുക്കായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മെൽറ്റായി കിട്ടണം. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ടാമറിൻ ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിലുള്ള പാനിയാണ്, ടീക്ക പാനി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. അതിനായി ഞാനൊരു 1/4 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 3-4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ടീക്ക പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് അതിനകത്ത് വെക്കാനുള്ള പൊട്ടറ്റോ ഫില്ലിംഗ് ആണ്. അതിനായി ഞാനിവിടെ 2 പൊട്ടറ്റോ നല്ലതുപോലെ ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുത്തത്, 1/4 കപ്പ് വെള്ള കടലയില്ലേ അത് വേവിച്ചെടുത്തത്, 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല. ഈ കടലയും പൊട്ടറ്റോയൊക്കെ വേവിക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൂരി തയ്യാറാക്കാം. മാവ് കുഴച്ച് വെച്ചത് എടുത്തിട്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു 5 മിനിറ്റും കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടും റോൾ ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിൽ മാവിൻ്റെ പൊടിയോ എണ്ണയോ ഒന്നും ചേർക്കേണ്ടതില്ല. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വെറുതെ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നല്ല തിന്നായിട്ട് പരത്തണം. പരത്തിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ചെറിയ ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടാവാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വരും. കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. ഇത് മറിച്ചും തിരിച്ചിട്ട് എടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പൂരി റെഡി ആയിട്ടുണ്ട്, ടീക്ക പാനി റെഡി ആയിട്ടുണ്ട്, പൊട്ടറ്റോ മസാലയും റെഡി ആയിട്ടുണ്ട്, ടാമറിൻ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് പൂരി. അതിങ്ങനെ ഒരു സൈഡ് ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പൊട്ടറ്റോ മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടാമറിൻ ചട്നിയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാനി അതിലോട്ട് ഒഴിച്ച് കഴിക്കാം. ഇതിൽ മുക്കിയെടുത്തിട്ടും കഴിക്കാം, ഇങ്ങനെ ഒഴിച്ചും കഴിക്കാം. അയ്യോ, അപ്പോഴത്തേക്കും പവർ കട്ടായി. സോറി കേട്ടോ, വീഡിയോ കുറച്ച് ഡാർക്കായി പോയി. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.